മകളെ ചന്ദ്ര. ഓ എന്ത് ചേച്ചി? എങ്ങനെയാ അച്ഛനെ അടക്കണത്? തൊണ്ടിറ്റ്. തൊണ്ടിറ്റാ? എന്നാ കിഴക്കേ മൂലയിൽ നിൽക്കണ മാവിന് പറയട്ടാ. തൊണ്ട് മാവ് ഒന്നും പോരാ എൻ്റെ അച്ഛന്. പിന്നെ നീ എതിയണ്ണനോട് ചെന്ന് പറ, ചന്ദ്രമുട്ടിയിലാണ് എൻ്റെ പൊന്നാരെ അടക്കാനെന്ന്. ചന്ദ്രമുട്ടിയില്ല? നീ ഞാൻ നാടിൻ്റെ കൂടി പറ. അല്ല ചേച്ചി, അതിന് ഭയങ്കര പൈസ ആവൂലേ? എത്ര കാശായാലും ആരോടെങ്കിലും കട വാങ്ങിച്ചിട്ടായാലും ചന്ദ്രമുട്ടി തന്നെ അടയ്ക്കാൻ മതി എന്ന് പറ. പോയി പറ. തൊണ്ട് വെച്ച് എത്തിച്ച കത്തൂലെന്നാണ് പറയണത്. ചന്ദനമുട്ടി വേണോന്ന് ചേച്ചി. ചന്ദനമുട്ടി നീ വാടക മനുഷ്യരുടെ നിക്കറ് വാങ്ങിക്കാൻ പൈസ ഇല്ല. ജീവിച്ചിരുന്നപ്പോ അവള് ഒരു നേരത്തെ വെള്ളം എടുത്ത് അങ്ങനെ കൊടുക്കൂല. എന്നിട്ടാണ് ചന്ദനമുട്ടി. ഗൾഫിലാണെങ്കിൽ ഇത്ര സമയം വെക്കൂല, അപ്പൊ തന്നെ നടക്കും. പനയമട്ടത്തിന് കോവാലിനും കുടുംബം വരുമോ? ഇതിനു മുമ്പ് മാമ 3-4 വട്ടം ഇപ്പൊ ചാവെന്ന് പറഞ്ഞത് ഞങ്ങളെ പറ്റിച്ച്. അപ്പോഴൊക്കെ അവത്യങ്ങളെല്ലാം വന്നിട്ട് പോയി. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ? അറിയിക്കാൻ നേരം കിട്ടിയാ ഇനിയിപ്പോ വരണവര് പറ്റാ, അല്ല ഉള്ളവര് മതി. എന്തുവാ അണ്ണൻ പോയാ കുഴിയെന്നില്ല നോക്കിയാണ്. എന്താ ചെങ്ങമ്മ? അല്ല, ഇതിപ്പോ ഇങ്ങനെയൊക്കെ മതിയോ? അല്ല ഇനിയിപ്പോ അങ്ങനെ ആരും വരാനൊന്നുമില്ല. 1 മണിക്ക് എടുക്കാന്നാണ് വിചാരിക്കുന്നത്. അതല്ല, പോസ്റ്റ്മോർട്ടം ചെയ്യണ്ടേ? പോസ്റ്റ്മോർട്ടം എന്തിന്? വീട്ടിൽ കിടന്നല്ലേ മരിച്ചത്. ഈ 10-90 വയസ്സുള്ള ആള് പിന്നെ വീട്ടിൽ കിടന്നിട്ട് ആപ്പീത്തിൽ കിടന്ന് മരിക്കുവോ? അത് നിങ്ങൾ പറയുന്നു, പക്ഷെ അതിന്റെ രീതി അതല്ല. വീട്ടിൽ കിടന്നല്ലേ മരിച്ചത്. വീട്ടിൽ സുഖമായി കിടന്ന ആളിനെ നിങ്ങൾ തല്ലിക്കൊന്നതാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ അങ്ങേരെ കൊന്നിട്ട് അയാളുടെ സ്വത്തുക്കൾ സ്വന്തമാക്കാൻ ശ്രമിക്കുകയാണെന്ന് അവിടെയും ഇവിടെ ഇരുന്ന ആളുകൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെയും കൂടാൻ പറ്റൂല, ഇവിടെയും കൂടാൻ പറ്റൂല. നിങ്ങൾ എന്തിനാണ് ഈ പറയണത്? ഏതാളുകള്? ഇതിപ്പോ മരിച്ചത് നിങ്ങളുടെ ഭാര്യയുടെ അച്ഛനല്ലേ? ആ തന്നെ. അങ്ങേർക്കുള്ളതെല്ലാം നേരത്തെ മക്കൾക്ക് വീതിച്ചു കൊടുത്ത് ഇനി ഞങ്ങൾക്ക് എന്തിനു കിട്ടേ? ആണ്ട അങ്ങേർക്ക് ഇനി ആകെ പാടുന്നത് സ്വത്ത് ലോ കിടക്കണം. അതിന്റെ പേര് മാമനെ ഞങ്ങൾ കൊന്നെന്നാണ് അണ്ണൻ പറയണത്. രാവിലെ ഇറങ്ങിക്കോളും. കല്യാണം ഇവിടെ നിന്നില്ല, മരിപ്പ് വിടുന്നില്ല, ഉത്തരം ഉണ്ടാക്കാൻ. പ്രമീളേച്ചി എടുക്കുകയാണേ. എടുത്തോ സമയമായി. എടുത്തോ തല തെക്കോട്ട് പിടിച്ച് പറഞ്ഞേ. അങ്ങോട്ട് പോയിട്ട് തല ഇങ്ങോട്ട് തെക്കോട്ട് ചേർത്ത് പിടിച്ചോ. ഇവിടെ തന്നെ കടത്താടി. പട്ടിടുമ്പോ തല കാണാനുണ്ടെങ്കിൽ കാണാനില്ലേ? വരി ഒന്ന് കാണ്. അകത്തെ പെണ്ണുങ്ങൾ ആരുമില്ലേ?